And now we can see the poverty in Kerala. So poverty നോക്കുവാണെങ്കിൽ 2011-12 data പ്രകാരം, as per the Rangarajan Committee data പ്രകാരം 11.3% ആണ് നമ്മുടെ കേരളത്തിലെ poverty ratio. ഇന്ത്യയിലെ ആ സമയത്ത് 29.5 ആയിരുന്നു, 29.5 ആയിരുന്നു ഇന്ത്യയിലെ poverty ratio. So നോക്കുമ്പോൾ you can see poverty ratio in Kerala is much lower than the national average. And over the 40 years, Kerala has successfully reduced or successfully impacted the lives of people in നമുക്ക് കാണാം. And you can see the figures നോക്കുമ്പോൾ 1973-74 സമയത്ത്, 1973-74 സമയത്ത് 59.79 ആയിരുന്നു കേരളത്തിലെ പോവർട്ടി റേഷ്യോ. അതായത് ജനസംഖ്യയുടെ 59% ദാരിദ്ര്യ മേഖലയ്ക്ക്, ദാരിദ്ര്യ ലൈനില് താഴെയാണ്, പോവർട്ടി ലൈനിന് താഴെയാണ്. എന്നാൽ ആ വാല്യൂ 11.3 ആയിട്ട്, വിച്ച് മീൻസ് ഒരു 40% മേലെ, ഏകദേശം 40% മേലെ ഒരു റിഡക്ഷൻ, 40 അല്ല, ഏകദേശം 50% റിഡക്ഷൻ, അപ്രോക്സിമേറ്റ്ലി 50% റിഡക്ഷൻ നമ്മുടെ പോവർട്ടിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി during 1973-74 to 2011-12 urban poverty ratio ആയാലും അതുപോലെ റൂറൽ പോവർട്ടി റേഷ്യോ ആയാലും നമ്മൾ എന്ത് ചെയ്തു, വലുതിൽ കുറച്ചു. ആൻഡ് യു ക്യാൻ സി 59.19 ആയിരുന്നു റൂറൽ പോവർട്ടി റേഷ്യോ, ഗ്രാമീണ മേഖലയിലുള്ള പോവർട്ടി റേഷ്യോ. അത് 7.3 ആയിട്ട് എന്ത് ചെയ്തു, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ അർബൻ പോവർട്ടി റേഷ്യോ 62 നിന്ന് 50.3 ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് ഇന്ത്യയിൽ നോക്കുമ്പോൾ എത്ര, 29.5 ആണ് ആസ് പെർ രംഗരാജൻ കമ്മിറ്റി എസ്റ്റിമേറ്റ് ഓഫ് പോവർട്ടി റേഷ്യോ. സോ ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ഇമ്പാക്ട് ഓഫ് ദ കേരള മോഡൽ ഡെവലപ്മെന്റ്. ആൻഡ് യു ക്യാൻ സി അക്കോർഡിംഗ് ടു ദ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്ത സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് പ്രകാരം 76.99 ലക്ഷം ഹൗസ് ഹോൾഡ് കേരളത്തിലുണ്ട്. അതിൽ 63.19 ഹൗസ് ഹോൾഡ്, അതായത് 82% ഹൗസ് ഹോൾഡ് ലീവ് ചെയ്യുന്നത് റൂറൽ ഏരിയയിലാണ്. ആൻഡ് ആൾസോ യു ക്യാൻ സി 10.32% ആർ SC ഹൗസ് ഹോൾഡ്, 1.63 ആർ ST ഹൗസ് ഹോൾഡ്. ആൻഡ് ഔട്ട് ഓഫ് ദ ടോട്ടൽ റൂറൽ ഹൗസ് ഹോൾഡ് 19.16 lakh household are deprived. So 19.16% rural population, rural household deprived ആണെന്നാ പറയുന്നത്. And highest deprivation was found in പാലക്കാടാണ്, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം, then വയനാട്. The lowest deprivation കാണുന്നത് എറണാകുളമാണ്. And out of the total SC/ST household 57% SC household, 61% ST household were under deprived category. നമ്മുടെ social, this data is based on this data is based on socio-economic caste census ആണ്. നമ്മുടെ ഗവൺമെന്റിന്റെ socio-economic caste census ഡേറ്റയാണ് ഇത്. അത് പ്രകാരം നോക്കുമ്പോൾ SC/ST പോപ്പുലേഷന്റെ 50% മേലെയും, സോ മൊത്തമുള്ള SC/ST ഹൗസ് ഹോൾഡിൽ 50% ഓഫ് ദ ST ഹൗസ് ഹോൾഡ്, 50% എബോവ് ST ഹൗസ് ഹോൾഡ് രണ്ടും എന്താണ്, പോവർട്ടി ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോയ്ഡ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഡേറ്റ ഈസ് ഡിഫറെന്റ് ഫ്രം ദ എസ്റ്റിമേറ്റ്. ഈ പറഞ്ഞ പോവർട്ടി എസ്റ്റിമേഷൻ വ്യത്യാസമാണ്, ഇത് രണ്ടാണ്. ദിസ് ഈസ് ദ ഡേറ്റ ബേസ്ഡ് ഓൺ രംഗരാജൻ കമ്മിറ്റി എസ്റ്റിമേറ്റ്, ദാറ്റ് ഈസ് ദ പോവർട്ടി റേഷ്യോ. പോവർട്ടി റേഷ്യോ ഇൻ ഇന്ത്യ. മറ്റെന്താണ് ദിസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് ഈസ് മെഷറിംഗ് ദ ഡിപ്രിവേഷൻ ഓഫ് ഹൗസ് ഹോൾഡ്. ഡിപ്രിവേഷൻ ഫേസ്ഡ് ബൈ ഹൗസ് ഹോൾഡ് ആണ്, സോറി ഡിപ്രിസിയേഷൻ അല്ല, ഡിപ്രിവേഷൻ. നമ്മളൊന്ന് കണ്ടില്ലേ, മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി പോലുള്ള ചില സൂചിക ഉണ്ടാവും. ഇപ്പൊ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നിങ്ങനെ കുറെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ സോഷ്യോ എക്കണോമിക് കാസ്റ്റസിലും ഫോർ മെഷറിംഗ് ദ ഡിപ്രിവേഷൻ
there are some indicators. Health, education, living standards, assets പോലുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മളിന്ന് കണ്ടു ഓർമ്മയുണ്ടോ? സോഷ്യോ എക്കണോമിക് ക്ലാസസിന്റെ ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പൊ എത്ര പേർക്ക് കുക്കിംഗ് ഗ്യാസ് ഉണ്ട്, എത്ര പേർക്ക് ഈ പറഞ്ഞ ടി വി ഉണ്ട്, അതൊക്കെ പറഞ്ഞിരുന്നല്ലോ. സോ അങ്ങനെ കുറെ ക്രൈറ്റീരിയ അനുസരിച്ച് കണക്കാക്കുന്നതാണ് ഈ ഡിപ്രിവേഷൻ. ദിസ് ഇസ് നോട്ട് ദ പോവർട്ടി റേഷ്യോ. ദിസ് ഇസ് മെഷറിംഗ് ദ deprivation of household. Deprivation of household based on other parameters like health, education, assets, etc. Then നമ്മുടെ പോവർട്ടി ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്രൂപ്പ്സ് നോക്കുമ്പോൾ we can see the SC/ST and fisher folks ആണ്. SC/ST ഗ്രൂപ്പ്സ്, ഫിഷർമെൻ കമ്മ്യൂണിറ്റി, ഇവരാണ് ഏറ്റവും കൂടുതൽ മാർജിനൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോവർട്ടി കാണുന്ന പോപ്പുലേഷൻ. And now you can see what were the factors that helped in the reduction of poverty in Kerala. നമുക്ക് ഇത് കഴിഞ്ഞ് എൻഡ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ടോപ്പിക് ആണ്, ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. Now you can see what were the factors that contributed to reducing poverty in Kerala. എന്തുകൊണ്ടാണ് ഒരു 50% അടുപ്പിച്ച്, ഓൾമോസ്റ്റ് ഒരു 50% അടുപ്പിച്ച് പോവർട്ടി ഇന്ത്യയിൽ, കേരളത്തിൽ കുറയാൻ കാരണമാകുന്നത്? വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു റെഡ്യൂസ് പോവർട്ടി ഇൻ കേരള? ദ ഫസ്റ്റ് ഫാക്ടർ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ ലാൻഡ് റിഫോംസ് ആണ്. സോ 1957 മുതൽ 69 വരെ ഡിഫറെന്റ് ലാൻഡ് റിഫോം മെഷേഴ്സ് ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. ലാൻഡ് റിഫോം ബന്ധപ്പെട്ടുള്ള നിരവധി ആക്ടുകൾ ഗവൺമെന്റ് പാസ്സാക്കുന്നു, ലാൻഡ് സീലിംഗ് കൊണ്ടുവരുന്നു, അതുപോലെ ഈ പറഞ്ഞ ടെനന്റ് ഫാമേഴ്സിന് വേണ്ടി, പാട്ട കർഷകർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് നിയമം കൊണ്ടുവരുന്നു. അതുപോലെ ഈ പറഞ്ഞ സെമീൻദാസ്, നമ്മൾ പറയുന്ന ജന്മിത്വം അവസാനിപ്പിക്കാൻ നടപടി എടുക്കുന്നു. ഇതെല്ലാം മൂലം ലാൻഡ് റിഫോംസിന്റെ ഭാഗമായിട്ട് there is the accessibility, അല്ലെങ്കിൽ there is availability of land, there is distribution of land to landless people. ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പതിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഭൂരഹിതരായ ആളുകൾ, ലാൻഡ്ലെസ് ആളുകൾ, അവർക്ക് ലാൻഡ് കിട്ടുകയാണ്. ആൻഡ് ദാറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് ദ ക്വാളിറ്റി, അല്ലെങ്കിൽ ദാറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദീസ് പീപ്പിൾ. മറ്റൊന്ന്, നമ്മുടെ കേരളം നടപ്പിലാക്കിയ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ മെഷേഴ്സ്. ആരോഗ്യപരമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും ഗവൺമെന്റ് എടുത്ത നയങ്ങൾ. അതുപോലെ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, നമ്മൾ പറയുന്ന പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഓർ ജനകീയ ആസൂത്രണം. ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിൽ ഗ്രാമസഭകൾ വഴി പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തി അവർക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ അവർ തന്നെ ചൂസ് ചെയ്യുന്ന അവസ്ഥ. സോ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഡെവലപ്മെന്റ് ഒരു ഏരിയയിൽ നടപ്പിലാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. അതാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ, നമ്മൾ പറയുന്ന ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന സ്ഥിതി. ആൻഡ് ഈ അടുത്തിടയിൽ അതിന് 25 years പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗവൺമെന്റ് നടപ്പിലാക്കിയ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, ഇപ്പം ഡിസേബിൾഡിന് വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട്, വുമണിന് വേണ്ടിയിട്ട്, SC/ST പോപ്പുലേഷന് വേണ്ടിയിട്ട്, മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈസ് ഇംപ്ലിമെന്റിംഗ് വേരിയസ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. അതിന്റെ ഭാഗമായിട്ട് യു ക്യാൻ സി ദർ വാസ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദിസ് പീപ്പിൾ. അതുപോലെ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ ദ റോബസ്റ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. കറപ്ഷൻ ഒരു പരിധിവരെ കുറഞ്ഞ, മറ്റു സംസ്ഥാനത്തെ അപേക്ഷിച്ച് ഒരു പരിധിവരെ കറപ്ഷൻ കുറഞ്ഞ പൊതുജന സംവിധാനം. അതുവഴി ആളുകൾക്ക് ആക്സസ് ടു ഫുഡ് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. ആളുകൾക്ക് മികച്ച ഭക്ഷണം, ന്യൂട്രീഷൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ നടപ്പിലാക്കിയ മിഡ് ഡേ മീൽ സ്കീം, ഉച്ചഭക്ഷണ പദ്ധതി അറിയാലോ, 95 വരുന്നതാണ്. 95 നമ്മുടെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നതാണ് മിഡ് ഡേ മീൽ സ്കീം. എന്നാൽ നമ്മുടെ കേരളത്തില് ഒരു പരിധി കൂടെ മുന്നോട്ട് കടന്ന് മിഡ് ഡേ മീൽ സ്കീം നമ്മൾ എന്ത് ചെയ്തു? ദൂരമാക്കി. ഈ പറഞ്ഞ കഞ്ഞിയും പേറായിരുന്നു പണ്ട് കാലത്ത്, അത് മാറിയിട്ട് എന്താ, ഇപ്പൊ കുട്ടികൾക്ക്
ഒരു മെനു തന്നെ ഉണ്ട്. എല്ലാ ആഴ്ചയിലും പിന്നെ ചോറ്, സാമ്പാറ്, അതുപോലെ തോരൻ, മോര്, ഇങ്ങനെ ഡിഫറെന്റ് ന്യൂട്രീഷ്യനുള്ള ഫുഡ് കൊടുക്കുന്നു. അതിപ്പം പാല് വിതരണം ചെയ്യുന്നു. അതുപോലെ മുട്ട, പാല്, മുട്ടയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അംഗൻവാടികളിലും അതുപോലെ സ്കൂളുകളിലും. ഇത് കേരള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത വുമൺ എംപവർമെന്റ് പ്രോഗ്രാം, അതിലെടുത്ത് പറയേണ്ടതാണ് കുടുംബശ്രീ മിഷൻ. സോ 98 ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്ന കുടുംബശ്രീ മിഷൻ. കെ മേനോൻ ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ 98 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ആസ് പെർ ദ പാർട്ട് ഓഫ് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. അതിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ മിഷൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത് 1998 മെയ്യില്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് യു ക്യാൻ സി 50 ലാഖോളം വുമൺ കറന്റ്ലി കുടുംബശ്രീ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ എംപവേർഡ് ആണ്. അവർക്ക് ഈ പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ എംപവർമെന്റ് ഉണ്ടാവുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ടഡ് ടു റിഡ്യൂസ് പോവർട്ടി ഇൻ കേരള നമുക്ക് കാണാം. സോ നമുക്ക് നോക്കാം കേരളത്തിന്റെ പോവർട്ടി റേഷ്യോയുടെ മറ്റ് ചില ഇൻഡീസ് നോക്കാം. അത് ഫസ്റ്റ് വൺ ആണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. നീതി ആയോഗ് റിലീസ് ചെയ്യുന്ന നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. സോ നമ്മൾ പഠിച്ചതാണ് നീതി ആയോഗ് റിലീസ് ചെയ്യുന്ന ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സുമായിട്ട് അലൈൻ ചെയ്ത ഒരു സൂചികയാണ് നാഷണൽ MPI ഓർ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ആൻഡ് ഈ ഒരു ഇൻഡെക്സിനകത്ത് we can see Kerala has emerged as the state with least multi-dimensional poverty. So ഇന്ത്യയിൽ ഏറ്റവും കുറവ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഉള്ള സംസ്ഥാനമാണ് കേരളം. ആൻഡ് യു ക്യാൻ സി ദ പെർസെന്റേജ് നോക്കുവാണെങ്കിൽ 0.71% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് എക്സ്പീരിയൻസിങ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് നമുക്ക് കാണാം. സോ നമ്മൾ കണ്ടിരുന്നു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി മെഷർ ചെയ്യുന്നത് ഡിഫറെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ ഹെൽത്ത് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ അസറ്റ്സ്, അങ്ങനെ കുറെ ഡയമെൻഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ 12 ഇൻഡിക്കേറ്റേഴ്സ് അദ്ദേഹം 10 ഇൻഡിക്കേറ്റർ ആണ് ഗ്ലോബൽ MPI ഉള്ളത്. എന്നാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിനകത്ത് നാഷണൽ MPIക്കകത്ത് 12 ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയും. സോ ഈ 12 ഇൻഡിക്കേറ്റേഴ്സിൽ യു ക്യാൻ സി കേരളം has fared well. നല്ല രീതിയിൽ കേരളം പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഓർ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി വളരെ കുറവാണ്. എനിക്ക് സി കേരളം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഗോവയാണ്. ആൻഡ് ഗോവയിൽ 3.76% ഓഫ് പോപ്പുലേഷൻ ആർ മൾട്ടി ഡയമെൻഷനലി പുവർ. അത് കഴിഞ്ഞ് സിക്കിം 3.82, തമിഴ്നാട് 4.89, പഞ്ചാബ് 5.59. ആൻഡ് ഹിയർ യു ക്യാൻ സി നമ്മുടെ കേരളത്തിന്റെ വാല്യൂ ഈസ് മച്ച് ലോവർ ദാൻ ദോസ് ഓഫ് അതർ സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് കാണാം. ആൻഡ് യു ക്യാൻ സി റിഗാർഡിംഗ് ദ ഡിപ്രിവിയേഷൻ ഇൻ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ചൈൽഡ് ആൻഡ് അഡോൾസന്റ് മോർട്ടാലിറ്റി, മെറ്റേണൽ ഹെൽത്ത്, അതുപോലെ സ്കൂളിംഗ് ഇയേഴ്സ്, ദെൻ സ്കൂൾ അറ്റൻഡൻസ്, സാനിറ്റേഷൻ, ഇവിടെയെല്ലാം ഏറ്റവും ലീസ്റ്റ് കേരളം കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ only a few houses are facing deprivation in parameters like nutrition, cooking fuel, sanitation. ഇവിടൊക്കെ എന്താ മറ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ കുറച്ച് പോപ്പുലേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് ഹൗസ് ഹോൾഡ് മാത്രമാണ് ഡിപ്രിവിയേഷൻ ഫേസ് ചെയ്തെന്ന് നമുക്ക് കാണാം. ആൻഡ് ഹിയർ യു ക്യാൻ സി ദ വാല്യൂ ഓർ ദ ഇൻഡെക്സ് സ്കോർ ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ് കാണാം. അത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളത്തിന്റെ സ്കോർ മച്ച് ലോവർ ആണ്. അതിന് ഏറ്റവും കൂടുതൽ വരുന്നത് ഇറ്റ് ഈസ് ബീഹാർ, ജാർഖണ്ഡ്, UP എന്നീ സംസ്ഥാനങ്ങളാണ്. സോ അവിടുത്തെ സ്കോർ ഈ ചില പല ഏരിയയിലും വി ക്യാൻ സി മോർ ദാൻ 50 ഒക്കെ വരുന്നുണ്ട്. സോ നമ്മുടെ കേരളത്തെക്കാൾ വളരെ മോശമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ പ്രകടനം നമുക്ക് കാണാൻ കഴിയും. ആൻഡ് അമംഗ് ദ ഡിസ്ട്രിക്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള
ജില്ലാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ you can see Kottayam was the best performer among the state with 0% of multi-dimensional poor. നമ്മൾ പറയുന്ന മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇല്ലാത്ത മൾട്ടി ഡയമെൻഷണൽ പോർ ഇല്ലാത്ത ഒരു ജില്ലയാണ് കോട്ടയം എന്ന് നമുക്ക് കാണാം. സോ എമംഗ് ദ ഡിസ്ട്രിക്ട് യു ക്യാൻ സി കോട്ടയം വാസ് ദ ബെസ്റ്റ് പെർഫോമർ വിത്ത് 0 മൾട്ടി ഡയമെൻഷണലി പോർ എന്ന് കാണാം. അതുപോലെ ഇവിടെ നോക്കൂ, സെക്കൻഡ് പൊസിഷൻ എന്ന സംസ്ഥാനത്തിന്റെ സ്കോർ 3.76% ആണ്. ആൻഡ് ഇഫ് യു ആർ സീയിങ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൾട്ടി ഡയമെൻഷണൽ പോർ ഉള്ളത് വയനാടാണ്. ഇറ്റ് ഈസ് 3.48. ആൻഡ് യു ക്യാൻ സി ഈ ഒരു സ്കോർ മറ്റുള്ള സ്റ്റേറ്റിനേക്കാളും കുറവാണ്. സോ 3.48 മാത്രമാണ് എന്ത് വയനാട്ടിലെ സ്കോർ. ആൻഡ് യു ക്യാൻ സി നമ്മുടെ ഗവൺമെന്റ് എടുത്ത പല നയങ്ങൾ, ഗവൺമെന്റ് എടുത്ത പോവർട്ടി എഡ്യൂക്കേഷൻ പോളിസീസ്, ഇവയെല്ലാമാണ് ഈ പറഞ്ഞ പോവർട്ടി, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി കുറയാൻ കാരണമായത് നമുക്ക് കാണാം. That is the main reason for the reduction of poverty in Kerala. And now you can see the extreme poverty identification process. നമ്മുടെ Kerala government has initiated a drive to identify extreme poverty. അതിദാരിദ്ര്യത്തെ കണ്ടെത്താൻ ഒരു ഡ്രൈവ് ഗവൺമെന്റ് നടത്തിയിരുന്നു. And this extreme poverty identification is done based on deprivation in 4 categories. 4 categoriesലെ ഡിപ്രിവേഷൻ അടിസ്ഥാനത്തിലാണ് ഈ അതിദാരിദ്ര്യരെ കേരള ഗവൺമെന്റ് കണ്ടെത്തുന്നത്. ഒന്ന്, ലാക്ക് ഓഫ് ഫുഡ്, ദെൻ ഇൻകം, ഹെൽത്ത്, ഷെൽട്ടർ എന്നീ 4 കാറ്റഗറീസ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ആൻഡ് ദ കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഈ പറഞ്ഞ ഡ്രൈവിന്റെ നോഡൽ ഏജൻസി. സോ കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് is the nodal agency for conducting this survey. And this survey or this identification process targeted household not previously covered under ആശ്രയ program. So നമ്മുടെ ഗവൺമെന്റ് നടത്തിയിരുന്ന പ്രോഗ്രാം ആയിരുന്നു ആശ്രയ പ്രോഗ്രാം. And this was the program for identification of destitute. So നമ്മുടെ ഇവിടെ പാവങ്ങളായ അല്ലെങ്കിൽ മാർജിനൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ആശ്രയ പ്രോഗ്രാം. അതിന് പ്രകാരം 1.57 lakh ബെനിഫിഷ്യറിയെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്ത ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്ട്രീം പോവർട്ടി ഐഡന്റിഫിക്കേഷൻ പ്രോസസ്. And as per this survey or as per this identification process, we can see 64,006 extreme poor families were identified. So 64,006 extremely poor, extreme poverty അനുഭവിക്കുന്ന ഹൗസ് കണ്ടെത്തി. മൊത്തം 1,03,099 ബെനിഫിഷ്യറി ഓർ ഇൻഡിവിജ്വൽസിനെ ഈ ഒരു അതിദാരിദ്ര്യരുടെ ഐഡന്റിഫിക്കേഷൻ ഭാഗമായിട്ട് ഗവൺമെന്റ് കണ്ടെത്തിയിരുന്നു. ആൻഡ് യു ക്യാൻ സി വെൻ യു ആർ സീയിങ് ദ ഡിപ്രിവേഷൻ ഓഫ് ഡിഫറെന്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ ഡിപ്രിവേഷൻ അമംഗ് ഡിഫറെന്റ് കാറ്റഗറീസ്, ഇതില് ഇൻകം ഫാക്ടറിലാണ് മെജോറിറ്റി ഓഫ് ദ ഫാമിലീസും ഡിപ്രൈവ് ആവുന്നത്. അപ്പൊ നമ്മൾ കണ്ട 64,006 മെജോറിറ്റി ഓഫ് ദ ഹൗസ് ഹോൾഡ് ഈസ് ഡിപ്രൈവ്ഡ് ഇൻ ഇൻകം ആണ്. ആ ഇൻകം കഴിഞ്ഞാൽ ഹെൽത്ത്, ദെൻ ഫുഡ്, ഹൗസിംഗ് എന്ന് നമുക്ക് കാണാം. ആൻഡ് അതുകൂടാതെ ഇഫ് യു ആർ സീയിങ് ദ ടോട്ടൽ ഹൗസ് ഹോൾഡ് വിച്ച് ആർ ഡിപ്രൈവ്ഡ് ഓർ വിച്ച് ആർ എക്സ്ട്രീംലി പുവർ, അതിൽ മെജോറിറ്റിയും ബിലോങ് ചെയ്യുന്നത് ജനറൽ കാറ്റഗറിയാണ്. Then 20% belong to SC category and 5% belong to scheduled tribe category നമുക്ക് കാണാം. And only a small percentage belong to the did not know which category they belong to. കുറച്ച് ശതമാനം ഈ കാറ്റഗറി ഒന്നും ഇല്ല. 75% 3/4 almost
3/4 ജനറൽ കാറ്റഗറി, പിന്നെ SC, then ST, and a small group which does not have ഏത് ഗ്രൂപ്പിലാണെന്ന് ഉൾപ്പെടാത്ത കുറച്ച് പേരുണ്ട്. ആൻഡ് അതുപോലെ ഈ പറഞ്ഞ എക്സ്ട്രീം പോവർട്ടി, എക്സ്ട്രീം പൂർ ഉള്ള ആളുകളുടെ റീജിയൻ നോക്കുവാണെങ്കിൽ, അവര് താമസിക്കുന്ന സ്ഥലം നോക്കുവാണെങ്കിൽ 81% ഓഫ് ദി എക്സ്ട്രീം പൂർ ആർ ഇൻ ഗ്രാമപഞ്ചായത്താണ്, 15% are in municipalities, and 4% are in corporations. So which means that majority of the extreme poverty is visible in rural area എന്ന് നമുക്ക് കാണാം. അതുപോലെ ഡിസ്ട്രിക്ട് വൈസ് അനാലിസിസ് നോക്കുവാണെങ്കിൽ മലപ്പുറത്തിലാണ് ഏറ്റവും കൂടുതൽ ഫാമിലീസ് വരുന്നത്. നമ്മൾ കണ്ട 64,006 ഫാമിലീസിൽ മലപ്പുറം ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഫാമിലീസ് വിച്ച് ആർ ഫേസിങ് ദിസ് എക്സ്ട്രീം പോവർട്ടി എന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം, then കോട്ടയം ഈസ് ദ ഡിസ്ട്രിക്ട് വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് എക്സ്ട്രീം poor in the state എന്ന് കാണാം. ആൻഡ് യു ക്യാൻ സീ ദ ഫിഗർ. കണ്ടോ, ഏറ്റവും കൂടുതൽ വരുന്ന എവിടാ? മലപ്പുറം, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം, ആൻഡ് ലീസ്റ്റ് വരുന്നതാണ് നമ്മുടെ കോട്ടയം. ആൻഡ് next, you can see the wiping out of extreme poverty in Kerala. So, after identifying the extreme poverty or extreme poor people in Kerala, the government of Kerala has initiated a program to wipe out the extreme poverty. നമ്മുടെ കേരളത്തിലെ അതിദാരിദ്ര്യരെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിദാരിദ്ര്യരെ വൈപ്പ് ഔട്ട് ചെയ്യുക, അവരെ അതിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തില് the government of Kerala is trying to prepare an extreme poverty subplan. So 2021 ഈ നടപടി ഉണ്ടായത്. 21 മുതൽ 5 വർഷം കൊണ്ട്, so within a span of 4 years ഈ പറഞ്ഞ എക്സ്ട്രീം പോവർട്ടി കേരളത്തിൽ ഇറാഡിക്കേറ്റ് ചെയ്യുകയാണ് ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. ആൻഡ് ദിസ് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം വിൽ ബി കണ്ടക്ടഡ് ഓർ വിൽ ബി ഇംപ്ലിമെന്റഡ് ആൻഡ് മോണിറ്റേർഡ് ബൈ ലോക്കൽ ഗവൺമെന്റ് ആണ്. സോ ലോക്കൽ ഗവൺമെന്റും അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷനായ കുടുംബശ്രീയും, സോ കുടുംബശ്രീയും ലോക്കൽ ഗവൺമെന്റ് സപ്പോർട്ടോടെയാണ് ഈ ഒരു പ്രോഗ്രാം ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഇൻ ദിസ് wiping out of extreme poverty, local government will be addressing this deprivation or addressing this extreme poverty by micro level plan ആയിരിക്കും. സോ ഓരോ ഫാമിലിയും കൺസിഡർ ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള അപ്ലിഫ്റ്റ്മെന്റ് ആയിരിക്കും ലോക്കൽ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ആസ് പെർ ദ ഗവൺമെന്റ് there will be 3 plans കാണും. 3 പ്ലാൻസ് ഈ പറഞ്ഞ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ ലോക്കൽ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുമായിരിക്കും. ആൻഡ് ഒന്ന് ഇമ്മീഡിയറ്റ് കെയർ പ്ലാൻ, ദെൻ ഇന്റർമീഡിയറ്റ് പ്ലാൻ, ദെൻ ലോങ് ടേം കോംപ്രിഹെൻസീവ് പ്ലാൻ. ഏതൊക്കെയാണ്? ഇമ്മീഡിയറ്റ് കെയർ പ്ലാൻ, ഇന്റർമീഡിയറ്റ് പ്ലാൻ, ദെൻ ലോങ് ടേം കോംപ്രിഹെൻസീവ് പ്ലാൻ. സോ നമ്മള് ഈ 3 പ്ലാൻ പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു 3 സ്റ്റേജിലായിരിക്കും എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ദിസ് പ്ലാൻ വിൽ ബി അഡോപ്റ്റഡ് based on analyzing the details of the family. ആ ഫാമിലി പറ്റി കൃത്യമായി പഠിച്ച ശേഷമായിരിക്കും പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ലോക്കൽ ഗവൺമെന്റ്. ആൻഡ് യു ക്യാൻ സി ഇമ്മീഡിയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ പ്ലാൻസ് വിച്ച് വിൽ ബി പ്രൊവൈഡഡ് ഓൺ ഇമ്മീഡിയറ്റ് ബേസിസ്. പെടുന്നതിനെ നടപ്പിലാക്കുന്ന ഇനിഷ്യേറ്റീവ്സ് ആയിരിക്കും ഇമ്മീഡിയറ്റ് പ്ലാൻ വരുന്നത്. ആൻഡ് അണ്ടർ ദിസ് ഇമ്മീഡിയറ്റ് പ്ലാൻ യു ക്യാൻ സി ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രൊവിഷൻ ഓഫ് റേഷൻ കാർഡ്. ഇപ്പൊ റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് റേഷൻ കാർഡ് കൊടുക്കുക, ആധാർ കാർഡിന്റെ ആക്സസിബിലിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ മെഡിക്കൽ കെയർ ആക്സസിബിലിറ്റി ഉറപ്പുവരുത്തുക. ഇതൊക്കെയായിരിക്കും എന്ത് ഇമ്മീഡിയറ്റ് കെയർ പ്ലാൻ വരുന്നത്. സോ ഇൻ ഇമ്മീഡിയറ്റ് കെയർ പ്ലാൻ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ്, ഒരു ഹൗസ് ഹോൾഡിന് വേണ്ട, ഒരു വ്യക്തിക്ക് വേണ്ട ബേസിക് റൈറ്റ്സ്, അത് നേടാൻ വേണ്ടി എന്ത് ചെയ്യുക, അവരെ പ്രാപ്തരാക്കുക. റേഷൻ കാർഡിന് ആക്സസിബിലിറ്റി, ആധാർ കാർഡ്, അതുപോലെ മെഡിക്കൽ കെയർ പ്ലാൻ, ഇതൊക്കെ എന്താണ്? ഒരു വ്യക്തിക്ക് വേണ്ട ബേസിക് നെസസിറ്റി ആണ്. അത് എന്ത് ചെയ്യുക, ആദ്യം ഇൻഷുർ ചെയ്യുകയാണ് ഇമ്മീഡിയറ്റ് കെയർ പ്ലാനിൽ ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് യു ക്യാൻ സി ദർ വിൽ ബി ഇന്റർമീഡിയറ്റ് പ്ലാൻ. ആൻഡ് ഇന്റർമീഡിയറ്റ് പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ടൈം പീരീഡ് 3 മാസം മുതൽ 2 വർഷം കൊണ്ട്
എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാൻ ആയിരിക്കും. സോ ദിസ് പ്ലാൻ ഓർ ദിസ് സർവീസസ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ എ സ്പാൻ ഓഫ് 3 months to 2 years ആയിരിക്കും. ആ ലോങ് ടേം പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ലോങ് ടേം വിഷനോട് കൂടി പെട്ടെന്ന് ചെയ്യേണ്ടതല്ല, പക്ഷെ ഒരു ലോങ് ടേം ടാർഗറ്റ് വെച്ചുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാനാണ്. ആൻഡ് ദിസ് ലോങ് ടേം പ്ലാനും ഇന്റർമീഡിയറ്റ് പ്ലാനും വിൽ ബി എക്സിക്യൂട്ടഡ് ആഫ്റ്റർ അസസിങ് ഓർ ആഫ്റ്റർ കൺസൾട്ടിങ് വിത്ത് ദ ഫാമിലീസ് ആണ്. നമ്മുടെ ഫാമിലീസിനെ കൺസൾട്ട് ചെയ്ത് എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്ന ഫാമിലീസിനെ കൃത്യമായി സർവേ ചെയ്ത ശേഷമാണ് ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ആൻഡ് ലോങ് ടേം പ്ലാന് ലോക്കൽ ഗവൺമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സക്സസ് ഓഫ് ദിസ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു വൈപ്പിംഗ് ഔട്ട് ഓഫ് എക്സ്ട്രീം പോവർട്ടി നടപ്പിലാവണമെങ്കിൽ ആരുടെ ഇനിഷ്യേറ്റീവ് വേണം? ലോക്കൽ ഗവൺമെന്റ് കൃത്യമായി സപ്പോർട്ട് ചെയ്തെങ്കിലേ, അല്ലെങ്കിൽ അവരെ കൃത്യമായി കാര്യങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്രോഗ്രാം. സോ യു ക്യാൻ സി ഒരു ഡീസെൻട്രലൈസേഷൻ ഓഫ് ഗവേണൻസിന് എക്സാമ്പിൾ ആണ് വൈപ്പിംഗ് ഔട്ട് ഓഫ് എക്സ്ട്രീം പോവർട്ടി ഇൻ കേരള നമുക്ക് കാണാം.